നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് സംവിധായകനായി ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇരുകൈയും നീട്ടിയാണ് സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രനാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്. അച്ഛനൊപ്പം കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ സഞ്ജയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനുള്ളതുപോലെ ആരാധകർ മകനുമുണ്ട്. ഭാര്യ സംഗീതയുമായി വേർപിരിയാനുള്ള തീരുമാനം വിജയ് എടുത്ത ശേഷം മക്കളായ സഞ്ജയും ദിവ്യാസാക്ഷയും നടനിൽ നിന്നും അകന്നുവെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അച്ഛൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ പോലും വരാതെ തങ്ങൾ അമ്മയ്ക്കൊപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മക്കളെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ പിതാവെന്ന രീതിയിൽ വിജയ്ക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മക്കളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയുടെയും സംഗീത സ്വർണലിംഗത്തിന്റെയും മകനും പുതുമുഖ സംവിധായകനുമായ ജെയ്സൺ സഞ്ജയ് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖവും അതിൽ പറഞ്ഞ വാക്കുകളും. ജെയ്സൺ സഞ്ജയ് ആദ്യമായി ഒരു ഡിജിറ്റൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. കേരളത്തിൽ പ്രണവ് മോഹൻലാലിന് ലഭിക്കുന്നത് പോലെ സ്നേഹവും ഫാൻസും തമിഴ്നാട്ടിൽ ലഭിക്കുന്ന താരപുത്രനാണ് സഞ്ജയ്. അച്ഛനെ പോലെ തന്നെ സഞ്ജയ് എന്ത് ചെയ്താലും അത് വൈറലാണ്. തന്റെ ആദ്യ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് സഞ്ജയ് ബിഹൈൻഡ് വുഡ്സിന് അഭിമുഖം നൽകിയത്. 19 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല താരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഠനത്തിനും മറ്റുമായി വിദേശത്തുമായിരുന്നു താരം. അതിനാൽ തന്നെ തമിഴ് മണ്ണിനെ കുറിച്ച് വലിയ പിടിയൊന്നും താരപുത്രന് കാണില്ല എന്നാണ് സിനിമാ പ്രേമികളും ദളപതി ആരാധകരുമെല്ലാം കരുതിയിരുന്നത്. അഭിമുഖത്തിൽ വന്നാലും കാര്യമായി ഒന്നും സംസാരിക്കാതെ നാണം കുണുങ്ങിയിരിക്കാനേ പോകുന്നുള്ളൂവെന്ന് പ്രചരിപ്പിച്ചവരുമുണ്ട്. ഫോട്ടോകളിലും ചില റീൽ വീഡിയോകളിലും കണ്ടിട്ടുണ്ടെന്നല്ലാതെ സഞ്ജയുടെ സംസാരത്തെയും പേഴ്സണാലിറ്റിയെയും കുറിച്ച് വലിയ ഐഡിയയൊന്നും പ്രേക്ഷകർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ജനങ്ങളുടെ എല്ലാ മുൻവിധികളും 19 മിനിറ്റിലെ അഭിമുഖത്തിലൂടെ സഞ്ജയ് തകർത്ത് കാറ്റിൽ പറത്തി. പച്ചവെള്ളം പോലെ തമിഴ് സംസാരിക്കും. ജാടയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് കുത്തി നിറയ്ക്കുന്നില്ല. സിഗ്മ പോലൊരു സിനിമ എടുത്ത് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ സാമർഥ്യവും താരപുത്രനിൽ ഉണ്ട്. അത്രയേറെ ആത്മവിശ്വാസം നിറഞ്ഞതാണ് വാക്കുകൾ. താൻ ചെയ്യാൻ പോകുന്നതും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ പഠനം സഞ്ജയ് നടത്തിയിട്ടുണ്ടെന്നത് അഭിമുഖം കണ്ടു കഴിയുമ്പോൾ വ്യക്തമാകും. ഒരു സിനിമാ ക്രൂവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനുള്ള കമാൻഡിംഗ് പവർ ഈ 25-കാരനിൽ കാണാം. അത് തന്നെയാകും ലൈക്ക പോലൊരു വലിയ നിർമ്മാണ കമ്പനി വിശ്വസിച്ച് പണമിറക്കാൻ തയ്യാറായതിനു പിന്നിലും. വിജയുടെ മകൻ എന്നതിനേക്കാൾ ലൈക്കയുടെ തലപ്പത്തിരിക്കുന്നവരിൽ വിശ്വാസം നിറയാൻ കാരണവും സഞ്ജയുടെ വ്യക്തിത്വവും സ്വന്തം പ്രോജക്റ്റിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയുമാകും. ഇന്റർവ്യൂവിനിടയിൽ അവതാരക സഞ്ജയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പുതിയ സിനിമ വിജയമായി കഴിഞ്ഞ് ഹോളിവുഡിൽ നിന്നും ഒരു സിനിമ ചെയ്യാൻ വിളിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഏത് നടനെയാണ് സഞ്ജയ് കൊണ്ടുപോവുക എന്നതായിരുന്നു ചോദ്യം. ഉടനടി മറുപടി എത്തി, ഫസ്റ്റ് ഹീറോ അപ്പാദ. അതിലൊരു മാറ്റവുമില്ല. കാരണം അത് നല്ലൊരു കോമ്പിനേഷനാണ്. ജെയ്സൺ സ്റ്റാഥം, അപ്പ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന കോംബോ നല്ല രസമായിരിക്കും. ജെയ്സൺ സ്റ്റാഥം ഈ വീഡിയോ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. കുട്ടിക്കാലം മുതലേ ഒരുപാട് സെറ്റുകളിൽ പോകുമായിരുന്നു. അതൊരു പ്രിവിലേജും എക്സ്പോഷറുമായിരുന്നു. ബാക്കിയുള്ളവർ സിനിമയെ ഒരു എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുമ്പോൾ എനിക്ക് സിനിമയുടെ മേക്കിംഗ് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തോന്നി. സിനിമയെ ഒരു ഹോബിയായി കണ്ടു തുടങ്ങിയത് അവിടെ മുതലാണ്. കുട്ടിക്കാലത്ത് എനിക്ക് പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ പോയി. IPL മാച്ചുകൾ അപ്പയുടെ കൂടെ പോയി കണ്ടിട്ടുണ്ട്. പിന്നീടാണ് സിനിമയിലേക്ക് കടക്കാനുള്ള ചിന്ത വന്നതെന്നാണ് ജെയ്സൺ പറഞ്ഞത്. തന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാക്കൾ ലൈക്ക പ്രൊഡക്ഷൻസ് ആണെന്നും അവരുടെ ആദ്യ ചിത്രം അച്ഛനെ നായകനാക്കി ഒരുക്കിയ കത്തിയായിരുന്നുവെന്നും ഈ ഒരു കാര്യം തന്റെ ജീവിതത്തെ ഒരു സൈക്കിൾ പോലെ ആക്കി എന്ന് തോന്നുന്നുവെന്നും പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭവമാണെന്നും ജെയ്സൺ പറഞ്ഞിരുന്നു. വിജയും സംഗീതയും തമ്മിലുള്ള ഡിവോഴ്സ് വാർത്തകൾ വന്നതു മുതൽ ചിലരെങ്കിലും കരുതിയത് വിജയ് മക്കളുമായും പിണക്കമാണെന്നും അവർ മിണ്ടാറില്ല എന്നുമാണ്. എന്നാൽ അവർക്കുള്ള ഉത്തരം കൂടിയാണ് സഞ്ജയുടെ വാക്കുകൾ. വിജയ് ഇൻട്രോവേർട്ട് ആണെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സഞ്ജയും അത്തരത്തിലൊരു പ്രകൃതക്കാരനാകും എന്നാണ് അഭിമുഖം കാണും വരെ പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ അവർക്കുള്ള ഉത്തരം കൂടിയാണ് സഞ്ജയുടെ വാക്കുകൾ. വിജയ് ഇൻട്രോവേർട്ട് ആണെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.
സഞ്ജയും അത്തരത്തിലൊരു പ്രകൃതക്കാരനാകും എന്നാണ് അഭിമുഖം കാണും വരെ പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ അപ്പൻ ഇൻട്രോവേർട്ട് ആണെങ്കിൽ മകൻ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണ് എന്നാണ് അഭിമുഖത്തിൽ ഉടനീളം ചിരിച്ച് തമാശ പറഞ്ഞ് വാതോരാതെ സഞ്ജയ് സംസാരിക്കുന്നുണ്ട്. ഹീറോ മെറ്റീരിയൽ ആണ് സഞ്ജയ് എന്ന് കുറിച്ചവരുമുണ്ട്. സഞ്ജയെ നായകനാക്കി മുൻപ് പലരും സിനിമകൾ ആലോചിച്ചിരുന്നു. കാഴ്ചയിലും ശരീരഭാഷയിലും എല്ലാം വിജയുടെ സിറോക്സ് കോപ്പിയാണ് താരപുത്രൻ. സിഗ്മയിൽ നായകൻ സുദീപ് കിഷനാണ്. ടൊറന്റോ ഫിലിം സ്കൂളിൽ നിന്ന് 2020 ഫിലിം പ്രൊഡക്ഷൻ ഡിപ്ലോമ പൂർത്തിയാക്കിയ സഞ്ജയ് പിന്നീട് ലണ്ടനിൽ തിരക്കഥാരചനയിൽ BA ചെയ്തിട്ടുണ്ട്. സിനിമാ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ ജെയ്സൺ സഞ്ജയുടെ സിനിമാ പ്രവേശനം എന്നെങ്കിലും സംഭവിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. പിതാവ് വിജയെ പോലെ നടനായി അരങ്ങേറുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സഞ്ജയ് തിരഞ്ഞെടുത്തത് സംവിധാനമായിരുന്നു. സിനിമാ മോഹം കൊണ്ട് മാത്രം സംവിധാനത്തിലേക്ക് ഇറങ്ങിയതല്ല. വ്യക്തമായി ഈ വ്യവസായത്തെക്കുറിച്ച് പഠിച്ച ശേഷമാണ് താരപുത്രന്റെ വരവ്. സിനിമയിലേക്ക് വരാനുള്ള കാരണവും കുട്ടിക്കാലത്തെ വിശേഷങ്ങളുമെല്ലാം താരപുത്രൻ പങ്കുവച്ചിരുന്നു. എന്റെ സംസാരത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാകില്ല, കാരണം ഞാൻ വളർന്നതും പഠിച്ചതും തമിഴ്നാട്ടിലാണ് എന്നായിരുന്നു സഞ്ജയ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകനായിരിക്കുക എന്നത് പ്രിവിലേജ് ആണെങ്കിലും എനിക്കായി ഒരിടം ഞാൻ തന്നെ സിനിമയിൽ കണ്ടെത്തണം. കുട്ടിക്കാലത്ത് ഞാനൊരു നൊട്ടോറിയസ് ആയ കിഡായിരുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. നിരവധി പ്രാങ്ക് കോളുകളും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പരീക്ഷ മാറ്റിവെക്കാൻ വേണ്ടി കണക്ക് ടീച്ചറിനെ പ്രാങ്ക് കോൾ ചെയ്ത് പറ്റിച്ചിട്ടുണ്ട്. സിനിമയായിരുന്നില്ല ആഗ്രഹം, കുട്ടിയായിരുന്നപ്പോൾ പൈലറ്റ് ആകാനാണ് എന്നായിരുന്നു സഞ്ജയ് പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് അത് ക്രിക്കറ്റർ എന്ന മോഹമായി മാറി. ആദ്യ IPL അപ്പയ്ക്കൊപ്പമാണ് ഞാൻ കണ്ടത്. അദ്ദേഹം അന്ന് അംബാസിഡർ ആയിരുന്നു. അങ്ങനെയാണ് എന്നെയും ക്രിക്കറ്റ് കാണാൻ കൂട്ടിക്കൊണ്ടുപോയത്. ബാറ്റിംഗ് ആണ് ഇഷ്ടം, പക്ഷേ ബൗളിംഗ് ആണ് എപ്പോഴും കിട്ടാറ്. ബൗളിംഗ് ആണ് എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതും. +1 +2 എത്തിയപ്പോഴാണ് സിനിമയിൽ താല്പര്യം വന്നു തുടങ്ങിയത്. കോളേജിൽ എന്ത് വിഷയം പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം വന്നപ്പോഴാണ് ഫിലിം മേക്കിംഗ് തിരഞ്ഞെടുത്തത്. സ്റ്റോറി ടെല്ലിംഗ് എനിക്കിഷ്ടമാണ്. കുട്ടിക്കാലം മുതൽ വെറുതെ കഥകൾ ക്രിയേറ്റ് ചെയ്ത് കൂട്ടുകാരോട് പറയുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീട് എഴുതാൻ തുടങ്ങി. ശേഷം കാനഡയിൽ ഫിലിം മേക്കിംഗുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്തു. അവിടെ വെച്ചാണ് സിനിമയിൽ ഏത് മേഖലയിലാണ് എനിക്ക് താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പായി പരസ്യ ചിത്രങ്ങളുടെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ഭാഗമായി നിരവധി വേൾഡ് സിനിമകൾ കാണാനുള്ള അവസരവും കാനഡയിൽ വെച്ച് ലഭിച്ചിരുന്നു. സിനിമ കാണുന്ന രീതി തന്നെ അതിനുശേഷം മാറി. ഞാൻ അവിടെ വെച്ച് 2 സൗത്ത് ഇന്ത്യൻ സിനിമകൾ കണ്ടിരുന്നു. നിവിൻ പോളി സാറിന്റെ മൂത്തോനായിരുന്നു അതിലൊന്ന്. 5 വർഷം മുൻപ് റിലീസായ സിനിമയാണ്. അവിടെ വെച്ച് Q&A സെക്ഷനിൽ പങ്കെടുക്കാനും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും അവസരം ലഭിച്ചു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സഞ്ജയ് പറഞ്ഞു. സിഗ്മ എന്ന പേരിന് പിന്നിലെ കഥയും താരപുത്രൻ പങ്കുവച്ചിരുന്നു. സിഗ്മ എന്ന ടൈറ്റിൽ ഷൂട്ട് പാതി വഴിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് പല ടൈറ്റിലുകളും ആലോചിച്ചു. നായകനെ വർണ്ണിക്കുക എന്നതിലുപരി എന്റെ സിനിമയുടെ കഥയെക്കുറിച്ച് ഒരു വിവരണം നൽകുന്നതാണ് സിഗ്മ എന്ന പേര്. സിനിമ തമിഴിലും തെലുങ്കിലും റിലീസാകുമെന്നും സഞ്ജയ് പറഞ്ഞു. തമന്നയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. സിനിമാ ലോകത്തോട് വിട പറഞ്ഞ രാഷ്ട്രീയത്തിൽ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് തമിഴകത്തിന്റെ ദളപതി വിജയ്. എന്നാൽ വിജയ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മകൻ ജെയ്സൺ സഞ്ജയ് സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. 2009 വേട്ടൈക്കാരൻ എന്ന ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്സൺ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനെ പോലെ നായകനായിട്ടല്ല, ക്യാമറയ്ക്ക് പിന്നിൽ സംവിധായകനായാണ് ജെയ്സണിന്റെ റീ എൻട്രി. തെലുങ്ക് താരം സന്ദീപ് കിഷനെ നായകനാക്കി ഒരുക്കിയ സിഗ്മ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് നടന്ന അഭിമുഖവും ജെയ്സൺ നൽകിയ മറുപടികളും ഒക്കെയാണ് ഇപ്പോൾ സിനിമാ പേജുകളിലുമൊക്കെ പ്രധാന ചർച്ചാ വിഷയം. തന്റെ കുടുംബവുമായി വിജയ് അകൽച്ചയിലാണെന്നും മകൻ വിജയോട് മിണ്ടാറില്ല എന്നുപോലും ചില തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ ഊഹാപോഹം പരത്തിയിരുന്നു. അത്തരം അഭ്യൂഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജെയ്സൺ തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.